സിസ്റ്റർ അനുപമ സഭാവസ്ത്രവും ഉപേക്ഷിച്ചു. സിസ്റ്റർ അനുപമയെ നമ്മൾ കാണാൻ തുടങ്ങുന്നത് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന ബിഷപ്പിൻ്റെ അറസ്റ്റോടുകൂടിയാണ്. സിസ്റ്റർ അനുപമ അവർ ചണ്ഡീഗറിലെ അവരുടെ മഠത്തിലെ അവിടുത്തെ ഒരു കന്യാസ്ത്രീയായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവർ സന്യാസ വേലയ്ക്ക് പോയിരുന്നു. അവരെ കുറലങ്ങാട് അവരുടെ ഒരു ആശ്രമത്തിൽ അവർ വന്നു. ആ സമയത്ത് അവിടുത്തെ മദർ അവരും ചണ്ഡീഗറിലായിരുന്നു. ആ മദറിനെ ഫ്രാങ്കോ മുളയ്ക്കൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണത്തിൻ്റെ പുറത്ത് സിസ്റ്റർ അനുപമ ലീഡർഷിപ്പോടുകൂടി 4-5 സിസ്റ്റേഴ്സ് എറണാകുളത്ത് സമരം നടത്തി. ഹൈക്കോടതിന് മുമ്പിൽ 2022 സെപ്റ്റംബർ 8 മുതൽ ആ സമരം നടത്തി. സിസ്റ്റർ ആൽഫി, നീന റോസ്, സിസ്റ്റർ അനുപമ, സിസ്റ്റർ ആൻസിറ്റ, സിസ്റ്റർ ജോസഫൈൻ, ഇങ്ങനെ 5 കന്യാസ്ത്രീകളാണ് അവിടെ സമരം നടത്തിയത്. ലോകത്തിലെ പോപ്പിൻ്റെ കീഴിൽ 140 കോടി ക്രിസ്ത്യൻസ് ഉണ്ട്. ആ സഭയിലെ ഒരു ബിഷപ്പാണ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ. അദ്ദേഹത്തിനെതിരായിട്ടാണ് ആരോപണം നടത്തിയത്. ഇവരെ സഭയ്ക്കെതിരായിട്ടാണ് സമരം നടത്തിയത്. ഇപ്പോൾ അവർ പറയുന്നത് സഭയ്ക്കെതിരായിട്ടല്ല, ഒരു വ്യക്തിക്കെതിരായിട്ടാണ്. എന്തായാലും സിസ്റ്റർ അനുപമയെ പീഡിപ്പിച്ചെന്നുള്ളൊരു ആരോപണമില്ല. അവരുടെ ലീഡർഷിപ്പോട് കൂടി എറണാകുളത്ത് സമരം നടത്തി. അതിനെ പിന്തുണയ്ക്കാൻ ചില വൈദികരുണ്ടായിരുന്നു, ചില അൽമായരുണ്ടായിരുന്നു. അങ്ങനെ ആ കേസ് മുന്നോട്ട് പോയി. ഫ്രാങ്കോ മുളയ്ക്കലിന് എതിരായി 2018 ജൂണിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൻ്റെ അന്വേഷണം പോലീസ് നടത്തി. ആ സമയത്ത് ഫ്രാങ്കോ ബിഷപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. പാലായിലെ സബ് ജയിലിൽ അദ്ദേഹം കുറേ ദിവസം കിടന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങി. കേസ് എന്തായാലും ട്രയൽ നടന്നു. കോട്ടയം ജില്ലയിലാണ്, സെഷൻസ് കോടതിയിലാണ് ആ ട്രയൽ നടന്നത്. 2018 ജൂണിൽ രജിസ്റ്റർ ചെയ്ത കേസ് ട്രയൽ നടത്തി 2022 ജനുവരി 14 തെളിവില്ല എന്ന് പറഞ്ഞു ഫ്രാങ്കോ ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കി. ഇതാണ് ആ സംഭവം. ഇതിനകത്ത് ബിഷപ്പിനെതിരായിട്ട് സമരം നടത്തിയവർ ആ കേസ് വിട്ടോടുകൂടി ബിഷപ്പ് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. ഫ്രാങ്കോ ബിഷപ്പ് തൻ്റെ ബിഷപ്പ് സ്ഥാനം രാജിവെച്ചു. അതുവരെ അദ്ദേഹം രാജിവെച്ചില്ല. താൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞതിനു ശേഷം രാജിവെച്ചു. എന്തായാലും 140 കോടി ജനങ്ങളുള്ള കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പിനെതിരായിട്ടോ അതിൽ അത്യുന്നത പദവിയിൽ നിൽക്കുന്ന സന്യാസ ശ്രേഷ്ഠന്മാർക്കെതിരായിട്ടോ നടപടി സ്വീകരിക്കാൻ അങ്ങനെ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ. കുറലങ്ങാട്ട് വന്ന് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വന്നത്. ആ വിവരങ്ങൾ അവർ ഈ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, വേറെ ചില സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ്. അതിനൊരു കോജൻ്റായ ഒരു എവിഡൻസും ആ ആശ്രമത്തിൽ നിന്ന് ലഭിച്ചില്ല. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ട്, അത് വളരെ വീക്കായി. കോട്ടയത്തെ മറ്റ് എവിഡൻസ് ഒന്നും അദ്ദേഹം ഇവരെ പീഡിപ്പിച്ചതിനായിട്ടുള്ള അതിനായി ബന്ധപ്പെട്ട ഡ്രസ്സുകളോ അത് ബന്ധപ്പെട്ട ഫോറൻസിക് എവിഡൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേസ് വളരെ വീക്കായിരുന്നു. ആ കേസിൽ ഫ്രാങ്കോ ബിഷപ്പിനെ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ടു. അദ്ദേഹം അതിനുശേഷം ബിഷപ്പ് സ്ഥാനം ത്യജിച്ചു, അദ്ദേഹം രാജിവെച്ചു. ഇപ്പം വരുന്ന വാർത്ത, കഴിഞ്ഞ 1.5 മാസമായി കുറലങ്ങാട് ആശ്രമം വിട്ട് സിസ്റ്റർ അനുപമ അവരുടെ പള്ളിപ്പുറത്തെ വീട്ടിൽ ചെന്നു. അവർ MSW ബിരുദധാരിയാണ്. അതുകൊണ്ട് അവർ വീടിനടുത്തുള്ള IT യൂണിറ്റിൽ അവർ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് അവർ ജോയിൻ ചെയ്തു. കഴിഞ്ഞ 1.5 മാസം അവിടെ ജോലി ചെയ്യുകയാണ്. സഭാവസ്ത്രം ഉപേക്ഷിച്ചു, സന്യാസ ജീവിതം ഉപേക്ഷിച്ചു. അവർ ഒരു ജോലിക്കാരിയായി വീട്ടിൽ നിന്ന് പോയി വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. വലിയ വാർത്തയായിരുന്നു അത്. കാരണം അവരൊരിക്കലും ഒരു സഭാവസ്ത്രം ഉപേക്ഷിച്ച് പോകുമെന്ന് കരുതിയില്ല. അതോടൊപ്പം അവരുടെ കൂടെ ചേർന്ന മറ്റ് സിസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. അവർ സഭ വിട്ടു പോയോ എന്നും അറിയത്തില്ല. അവരുടെ ഒപ്പം 4
സന്യാസിനികൾ ഉണ്ടായിരുന്നു. അവരുടെ അവസ്ഥ ഇതുവരെ മനസ്സിലായില്ല. 1.5-2 മാസമായി ഇവർ ആ സഭയിൽ നിന്ന് പോയി. ഇത് ഇത്തരം ശക്തമായ ഒരു സഭയ്ക്കെതിരായിട്ട് ചില വ്യക്തികളും ചില ആൾക്കാരും ഒരു സമരം നടത്തിയാൽ അതൊരിക്കലും വിജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാവും. അവർക്കത് ബോധ്യപ്പെട്ടു. കാരണം സഭയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സഭയിലെ ശ്രേഷ്ഠനായ ഒരു ബിഷപ്പിനെതിരായിട്ടുള്ള ആരോപണമായിട്ട് രംഗത്ത് വരുന്നത്. ആരോപണം പറയുന്ന കന്യാസ്ത്രീ അല്ലെങ്കിൽ അവർ അവിടുത്തെ മദറാണ്, കുറയിലങ്ങാട്ടെ മദറാണ്. അവരുടെ വിവരങ്ങളെപ്പറ്റി നമുക്ക് അജ്ഞതയാണ്. അവർ ഇദ്ദേഹത്തിന് ബിഷപ്പിനെതിരായിട്ട് ഒരു മൊഴി കൊടുത്തു. അതനുസരിച്ച് കോടതിയിൽ അവർ മൊഴി കൊടുത്തതായിട്ടാണ് മാത്രം മനസ്സിലാകുന്നത്. ബാക്കി വിവരങ്ങളൊക്കെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് കേസ് പോയത്. എന്തായാലും ആ ഫ്രാങ്കോ ബിഷപ്പ് തിരിച്ച് സഭയിലേക്ക് പോയില്ല. അദ്ദേഹം സന്യാസം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ ബിഷപ്പിൻ്റെ സ്ഥാനമൊക്കെ ത്യജിച്ച് അതൊക്കെ രാജിവെച്ചു. അദ്ദേഹം ഒരു സാധാരണ സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഈ ഹൈക്കോർട്ടിൻ്റെ മുമ്പിൽ 2022 മുതൽ സെപ്റ്റംബർ 8 മുതൽ ഇവർ 5 സിസ്റ്റേഴ്സ് അവിടെ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരം നടത്തിയപ്പോൾ ധാരാളം ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നു. അവരൊക്കെ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അവിടെ പ്രസംഗിക്കും. സമൂഹത്തിലെ വലിയ മാന്യന്മാരെല്ലാം അവിടെ വന്ന് പ്രസംഗിച്ചത് കണ്ടിട്ടു. എന്തായാലും ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ കൂടെ ചില സിസ്റ്റേഴ്സുകളുണ്ട്. അവരുടെ വിവരങ്ങൾ ഇനി പുറത്തു വന്നേക്കും. കാരണം ഇത്രയും ശക്തമായ ഒരു സഭയ്ക്കെതിരായിട്ട് നീങ്ങിയാൽ അത് വിലപ്പോവില്ല എന്നവർക്കിപ്പം മനസ്സിലായി. അത് തന്നെയല്ല അവരിപ്പം പറയുന്നത്, സഭയ്ക്കെതിരായിട്ടല്ല ഞങ്ങൾ വന്നത്, ഒരു വ്യക്തിക്കെതിരായിട്ടാണ് എന്ന് പറഞ്ഞു. സഭയിലെ ബിഷപ്പുമാരും കർദിനാളന്മാരും ഒക്കെ അതിശക്തരായ ആൾക്കാരാണ് സഭയിലെ. അവർക്കെതിരായിട്ട് നീങ്ങിയാൽ, ഒരു വ്യക്തിക്കെതിരായിട്ട് നീങ്ങിയാൽ ചിലപ്പോൾ വിജയിച്ചൊന്നും വന്നേക്കാം. പക്ഷെ ഇത് ആ സഭയിലെ ഒരു ബിഷപ്പിനെതിരായിട്ടാണ് നീങ്ങിയത്. അത് ചണ്ഡീഗറിലാണ്. അത് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പുറകിലങ്ങോട്ട് വന്ന ഇവരെ ഇവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളും ഇടപാടും ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നൊക്കെയാണ് വെളിയിൽ വരുന്ന വാർത്ത. കുറ്റച്ചാർജിനകത്ത് കുറേയൊക്കെ അത് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കേസ് വിട്ടുപോയി. അനുഭവ സഭയിൽ നിന്ന് രാജിവെച്ചു, സന്യാസം ഉപേക്ഷിച്ചു, ഒരു ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ചേർന്നു. വളരെ നല്ല കാര്യം. ഒരു പീസ്ഫുൾ ലൈഫ് അവർക്കുണ്ടാകട്ടെ. കാരണം അവർ ഒത്തിരി ത്യാഗം ചെയ്തിട്ടുണ്ട് ആ സന്യാസിനി എന്ന രംഗത്തും. ഈ കേസിൻ്റെ സമരസമയത്തും അവരായിരുന്നു ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുതന്നെയല്ല, അതിന് മാനസികമായ വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർക്ക് ഈ കേസ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷം ഇപ്പോഴും തന്നെ നിലനിൽക്കുന്നു. ഏതായാലും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ അവർ ജോലി ചെയ്ത് അവരുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കട്ടെ. നല്ല കാര്യം. ഒരു ശാന്തമായ ലൈഫ് ഉണ്ടാകട്ടെ. ചെയ്തു പോയ കാര്യങ്ങളെപ്പറ്റി ഇനി അതേപ്പറ്റി വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ ചിന്തയ്ക്കനുസരിച്ച് ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു തെറ്റ് ഒരാൾ ചെയ്തപ്പോൾ അതിനെതിരെ ശബ്ദിച്ചെന്നാണ് അവരുടെ മനസ്സ് പറഞ്ഞത്. അങ്ങനെയാണ് അവർ രംഗത്ത് വന്നത്. ആ രീതി തന്നെ അതിലവർ പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേ സമയത്ത് ആ സന്യാസ സഭയിൽ തന്നെ അവർ നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരവിടെ വിട്ടു. അവരുടെ വീട്ടിലെ മാതാപിതാക്കളോടും സഹോദരങ്ങളൊപ്പം ചേർന്ന് അവർ ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടിലേക്ക് വന്ന് നല്ല കാര്യം. അവർക്ക് ശാന്തമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.